രാവണ ശുഗസംവാദം. തൻ ചേടകനെ കണ്ട് പങ്ക്തിഗന്ധരൻ സന്തപ്തനായിട്ടിത്തം കഥിച്ചു. വല്ലാതെ ക്ഷീണിച്ച് കീകസതുല്യനായി നീ എല്ലാം യഥാർത്ഥമായി വേഗേന ചൊല്ലുക. ദശകണ്ഠൻ തന്നുടെ ജൽപ്പനം കേട്ട് ദാസൻ ശുഗൻ അതിതീവ്രഭാവത്തോടെ ഏവം യാഥാർത്ഥ്യങ്ങൾ ചൊല്ലിയറിയിക്കാൻ ആവേശത്തോടെ പറഞ്ഞു തുടങ്ങി. നിന്റെ വചസ്സുകൾ ചൊന്നപ്പോൾ തന്നെ വീരരാം വാനരരെന്നെ പ്രഹരിച്ച് എൻ പ്രാണനെടുക്കാൻ തുനിയുന്ന നേരം ശ്രീരാമൻ ദയാപരനാശ്രയമേകി എന്നെ ബന്ധിച്ച് സേതുമാർഗേണ കൊണ്ടുവന്നേനിത്തം ദൂതവാക്യം ചൊല്ലാൻ നീ കൊണ്ടുപോയി പാർപ്പിച്ച ജാനകി ദേവിയെ ദണ്ഡം ചെയ്യാതെ തിരികെ ഏൽപ്പിക്ക. അല്ലായെങ്കിൽ അഞ്ജസാ സംബരായം ചെയ്ത് ലങ്കാനഗരിയെ വന്യജ്വാലയാക്കി നിന്നെ ഹനിച്ച് സീതയെ വീണ്ടു കൊണ്ടുപോകും രാമനെന്ന നിർണയം. വന്യയുടെ സുതൻ നീലനും പിന്നെ വാസവ പൗത്രനാമംഗദനും മറ്റു വന്മല പോലെ മരുവും പ്ലവങ്ങളും വരുതിയിലാക്കിയിടും നിന്നെ നിർണയം. പിന്നെ ശ്രീരാമൻ ദേവദേവേശൻ പന്നകശായീതൻ ജന്മമെന്നറിക നീ. ധർമ്മം സ്ഥാപിക്കാനായി ദേവൻ നാരായണൻ ജന്മമെടുക്കുന്നീ ധരണിയിലെന്നും. രാമപാദം തന്നിൽ ശരണം പ്രാപിച്ച് ലോകജനനിയാം ജാനകി ദേവിയെ രാമസമക്ഷം തിരികെ ഏൽപ്പിച്ച് ജ്ഞാനിയാകേണം അവനീപതേ നീ. പഞ്ചഭൂതാത്മകമായ കളേബരം സഞ്ചിതമലമൂത്ര പലലത്താൽ പങ്കിലം പഞ്ചത സംഭവിച്ചിടും ഒരു നാൾ നമുക്കെന്ന് ചിന്തിക്കുന്നില്ല മാനുഷരേവരും. ഭോഗികളായി വസിക്കുന്ന മാനുജർ രോഗികളായി തീരുമൊരു ദിനം. ദേഹത്തിൻ സൗഖ്യം മാത്രം ചിന്തിക്കാതെ തൻ ദേഹിതൻ സൗഖ്യം ചിന്തിപ്പൂ പണ്ഡിതർ. ഭോഗാഭിലാഷങ്ങളെല്ലാം കളഞ്ഞ് ഭവാൻ രാമപാദത്തിൽ ശരണം പ്രാപിച്ച് ആമയബന്ധങ്ങളെല്ലാം വെടിഞ്ഞാൽ സായുജ്യം പ്രാപിക്കും ഇല്ല സംശയം. ദൂതൻ തന്നോക്തി ശ്രവിച്ച ദശകണ്ഠൻ രോഷാന്ധനായി ക്ഷേളം വമിക്കുന്ന വാക്കുകൾ ചൊല്ലിച്ചാടി പിടിച്ചങ്ങാട്ടി പായിച്ചു ദാസനെ തൽക്ഷണം. ശുഗന്റെ പൂർവവൃത്താന്തം. പണ്ട് ശുഗനെന്നൊരന്തണൻ ശ്രേഷ്ഠൻ ഇണ്ടലെന്നേയൊരു തപോധനനായി മംഗളകർമ്മങ്ങൾ ചെയ്തു വസിക്കവേ കണ്ടകനായൊരു യാതുധാനനെത്തി. അന്തണ ശ്രേഷ്ഠന് ഹാനി വരുത്തുവാൻ എന്തുപായമെന്ന് ചിന്തിച്ചിരിക്കവേ കുംഭോത്ഭവൻ അഗസ്ത്യ മഹാമുനി സംപ്രീതി പൂണ്ടങ്ങെത്തിയവിടെ. സമ്പൂജനാം വടുലേഹം ഭജിക്കും മുമ്പാ പ്ലവം ചെയ്യുവാനായി ഗമിക്കവേ കണ്ടകരാക്ഷസൻ വജ്രദംഷ്ടൻ പുനരാഗമിച്ചാൻ ദ്രുതമാഗസ്ത്യ രൂപത്തിൽ. അന്തണനോടവൻ ചൊന്നാൻ ചിരിയോടെ, യാമിഷഭോജ്യം തരിക മഹാമതേ. അജമാംസം കൂട്ടി അങ്ങൂണു കഴിച്ചിട്ടൊരുപാടു നാളെയായി എന്നറിഞ്ഞാലും എന്തു ചെയ്യാനാകുമെന്നാരണ്യശ്രേഷ്ഠൻ ചിന്തിച്ചങ്ങേറെ സംഭ്രമം കൊണ്ടപ്പോൾ കണ്ടകൻ അന്തണ പത്നി രൂപം പൂണ്ട് ആമിഷഭോജ്യം കൊണ്ടുവച്ചിടിനാൻ. കല്ലോലിനിയിലെ സ്നാനം കഴിഞ്ഞ് കുംഭോത്ഭവൻ തിരിച്ചെത്തിയ നേരം ക്രവ്യത്താലുള്ള ഭോജ്യം സമർപ്പിച്ച് നിർവിശങ്കം നിന്നു അന്തണനാദരാൽ. കുംഭസംഭവൻ ജയമനം തന്നിൽ ക്രവ്യഖണ്ഡങ്ങൾ കണ്ട മുനീശ്വരൻ അങ്ങുൽഗാഠ കോപത്താൽ വിറകൊണ്ടിട്ട് നിർവിശങ്കം ശാപവാക്കുകൾ ചൊല്ലി. നിന്റെ യാഗന്തുവാമെന്നോട് നീ അതിക്രമം കാട്ടിയതെന്തിനു മൂഢ. മാറ്റാൻ മാർക്കുപോലും ഏകില്ലൊരുവനും മർത്യവിശിതത്താലുള്ള ഈ ഭോജ്യം. നിന്റെ ദുസ്സാമർത്ഥ്യത്തിനുത്തരമായി നീ ദുഷ്ടത പൂണ്ടൊരു ദൈതേയനായി മാനുഷവിശിതം ഭക്ഷിച്ചു നീ മേലിൽ വാഴുകയേറെ നാളീ ഭൂതലം തന്നിൽ. കുംഭോത്ഭവനാകും അഗസ്ത്യ മഹാമുനി എന്തുമൂലത്താൽ ഇങ്ങനെ ചെയ്യൂ എന്ന ചിന്തയിൽ പൂണ്ടന്തണൻ ചോദിച്ചു ഭക്തിയാ, എനിക്കെന്തിനീ ശാപം തരുന്നു ഭഗവാനേ. നിൽസരണിയിൽ കുളിക്കുവാൻ പോയങ്ങ് ക്ഷിപ്രം തിരിച്ചെത്തിയിട്ട് ഈ വിധം ചൊല്ലി. ബസ്തഫലലേഹം ഭുജിക്കുവാൻ ഇച്ഛ എനിക്കുണ്ട് ഭൂസുരേഷ്ഠ.
അങ്ങരുൾ ചൊന്ന പ്രകാരേണ തന്നെ മൽപ്രിയതമയത്രയും സംവേഗം പൂണ്ടിട്ട് ഗജമാംസം വെച്ച് വിളമ്പി വെച്ചിട്ട് രസവതി തന്നിൽ തിരിച്ചുപോയി. എന്തിനു വേണ്ടി ഈ ശാപവാക്കു ചൊല്ലി എന്നെ അങ്കലാപ്പിലാക്കി എന്ന് ചൊൽക മഹാമുനെ. ഹന്ത ഞാൻ എന്തു ചെയ്യേണ്ടു ഈ വിധം പങ്കിലമായല്ലോ എന്റെ ജീവിതം. അന്തണൻ തന്നുടെ വിപ്രലാപം കേട്ടങ്ങ് അത്യന്തം ഖിന്നത പൂണ്ട് അഗസ്ത്യൻ തൻ മന്ത്രശക്തി കൊണ്ട് സത്യം ഗ്രഹിച്ച് തന്നാതിഥേയനോടിത്തം കഥിച്ചു. മർഷണം ചെയ്യുക നീ ആരണ്യശ്രേഷ്ഠ, മിഥ്യാബോധത്താൽ ഞാൻ യുദ്ധം ശപിച്ചേൻ. ശത്രുവാമാശരൻ വജ്രദംഷ്ട്രൻ തന്റെ ദുഷ്ടചെയ്തികളാണിവയെല്ലാം നിർണയം. സംശയമേതുമേയില്ല മഹാമതേ, ഭ്രംശം വരുമെൻ ശാപോക്തിക്കൊരു നാൾ. സാകേതപുരിയിലെ രാമചന്ദ്രൻ തൻ സവിധത്തിലെത്തുമ്പോൾ ശാന്തി ലഭിക്കും. ഇത്തമനുഗ്രഹവാക്കുകൾ ചൊല്ലി മൈത്രാവരുണി ഗമിച്ചാൻ അതിദ്രുതം. എത്രയും ചിന്തയിൽ പൂണ്ട ശുകൻ പിന്നെ രക്ഷോ വംശജനായി കാലം കഴിച്ചു.